ഇതാണ് ബഹുമാനപ്പെട്ട ഒരു ഇബാദത്ത് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗുഹ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കോട്ടപ്പള്ളി മക്കാം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു മക്കാമിലാണ്. വളരെയധികം മനോഹരമായ വ്യത്യസ്തമായ ഒരു മക്ബറയാണ് ഇവിടെയുള്ള മക്ബറ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇതിങ്ങനെ കയറി മുകളിലേക്ക് പോകണം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് സ്റ്റെപ്പുകളാണ് ഇവിടെ, കണ്ടോ? അതിലൂടെയാണ് പെണ്ണുങ്ങൾക്ക് സ്റ്റെപ്പ് ക്യാമറയിൽ കാണാൻ കഴിയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ആണുങ്ങൾക്കുള്ള സ്റ്റെപ്പാണ്, അപ്പുറത്തത് സ്ത്രീകൾക്കുള്ള സ്റ്റെപ്പാണ്. ശരിക്കും ചുറ്റും കാടാണ്. പിന്നെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പടികളുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകൾക്ക് പോകാനുള്ള ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബോർഡുകൾ കാണാം. സ്ത്രീകൾക്ക് പോകേണ്ട വഴി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. കാസർഗോഡ് ജില്ലയിലെ മടക്കര റൂട്ടിൽ പിന്നെ കോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. കോട്ടപ്പള്ളി എത്തിയാൽ തന്നെ അവിടെ ഒരു അനാഥാഗതി മന്ദിരം കാണാം. അതിൻ്റെ തൊട്ടടുത്താണ് ഇതിലേക്ക് കയറാനുള്ള വഴി ഉള്ളത്. ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇവിടുത്തെ മറവിട്ട് കിടക്കുന്ന മഹാൻ അവിടുന്ന് പിന്നെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു ഗുഹ, അതുപോലെ നിസ്കരിച്ചിരുന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഇവിടെ അടുത്ത് ദർസ് നടത്തിയിരുന്ന സമയത്ത് ഈ മക്കാമിൽ നിത്യ സന്ദർശകനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുമായിരുന്നു എന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം പിന്നെ ആലിമീങ്ങളൊക്കെ സിയാറത്തിന് വന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്തേക്കാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഇവിടെ മക്ബറയിൽ മറവിട്ട് കിടക്കുന്ന മഹാൻ അവിടെ നിന്ന് ഇബാദത്ത് ചെയ്ത ഒരു സ്ഥലം ഇവിടെ കാണാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാം. ഒരു ഗുഹ ആണത്. ഇൻഷാ അല്ലാഹ്. ഇവിടെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുഹ പോലെ ഒരു ഭാഗം കാണാം. ഇത് ബഹുമാനപ്പെട്ടവർ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലമാണ്.
ഇതാണ് ബഹുമാനപ്പെട്ട ഒരു ഇബാദത്ത് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഗുഹ. റിയാദ വീട്ടാനും മറ്റുമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. ഇവിടെ ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയ സ്ഥലമാണ്. ഇവിടെ ചെറിയൊരു ജനൽ പോലെ ഒരു ചെറിയ ഗ്രില്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചെറിയ രൂപത്തിൽ വെളിച്ചം ലഭിക്കാൻ. എന്നാലും ശരിക്കും ഒരാൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന, ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ, അതേ രൂപത്തിലാണ് പിന്നെ ഈ ഭാഗമുള്ളത്. ഇവിടെ മരത്തിൻ്റെ വേരൊക്കെ കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ വലിയ വേരൊക്കെ പോകുന്നുണ്ട്. ശരിക്കും രണ്ട് പാറകൾ വലിയ അല്ലേ, പാറകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇബാദത്ത് ചെയ്തിരുന്ന ഗുഹ നമ്മൾ കണ്ടു. അതുപോലെ ബഹുമാനപ്പെട്ടവർ നിന്ന് നിസ്കരിച്ചിരുന്ന ഇതാണെന്ന് പറയപ്പെടുന്ന ഒരു പാറ കൂടി ഇവിടെ കാണാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കാമിലെത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെയുള്ള ഇഴജന്തുക്കളെയും മിണ്ടാപ്രാണികളെയും ഉപദ്രവിക്കരുത്. ഇത് നമ്മൾ നേരത്തെ വന്ന ഭാഗമാണ്, സ്ത്രീകളുടെ ഭാഗം. ഇനി ബഹുമാനപ്പെട്ടവർ നിന്ന് നിസ്കരിച്ചിരുന്ന ഒരു പാറ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഇത് മക്കാമാണ് കേട്ടോ. ഇതാണ് മക്കാം. ഇത് സ്ത്രീകളുടെ ഭാഗമാണ്. പിന്നെ സ്ത്രീകൾക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിയുണ്ടല്ലോ, ആ പടികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുണ്ട്. അതിലൂടെ സ്ത്രീകളുടെ പടികളിലൂടെ കയറി വരുമ്പോഴാണ് ഈ ഭാഗത്തേക്ക് എത്തുക. ഇവിടെ വലിയ മക്കാമ് കൂടാതെ തന്നെ മറ്റൊരു മഹാൻ്റെ മക്ബറ കൂടി ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ മക്ബറ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നത് കാണാം. കുറച്ചകലെ ഒരു പുഴയൊക്കെ കാണാനുണ്ട്. ചെറുവത്തൂർ പുഴ ആണെന്ന് തോന്നുന്നു അത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മഹാനവർകൾ നിന്ന് നിസ്കരിച്ച ഒരു പാറ, ആ പാറയാണ് ഞാൻ കാണുന്നത്. ശരിക്കും പരന്ന ഒരു കല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്ന് നിസ്കരിക്കാൻ വളരെ സുഖമാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ മടങ്ങുകയാണ്. വളരെയധികം ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് ഇവിടെ. ഒരുപാട് ആത്മീയത തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ വരണം. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കോട്ടപ്പള്ളി മക്കാമിൻ്റെ കാഴ്ചകൾ. ഇൻഷാ അല്ലാഹ് വിശദമായ ചരിത്രങ്ങളൊന്നും അറിയില്ലെങ്കിലും ഒരുപാട് മഹാന്മാർ ഇവിടെ സിയാറത്തിന് വന്നിട്ടുണ്ട്. ശംസുൽ ഉലമ അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാർ ഇവിടെ സിയാറത്തിന് വന്നിട്ടുണ്ട്. വലിയ മഹത്വമുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ അനുഭവങ്ങളുള്ള ഒരു പ്രദേശമാണ് ഇത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെയൊക്കെ സഹായം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെയും അല്ലാതെയും ഒരുപാട് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞ് പിന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അർഹമുർ റഹീമായ റബ്ബ് മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീക്കി
സന്തോഷവും സമാധാനവും നൽകി ഹാജത്തുകളെല്ലാം ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ആദ്യമായി ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഇത്തരത്തിലുള്ള യാത്രകളെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.